പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് മഞ്ഞായി വരുന്നുണ്ട് കേട്ടോ. അതിലാടാ വെയിറ്റ് ചെയ്യാടാ. അയ്യോ ഇത് നോക്കിക്കേ, ഇവിടുത്തെ ഫുള്ളൊരു വ്യൂ നോക്കിക്കേ. കുറച്ചുകൂടെ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് കിട്ടിയേനെ. അപ്പോൾ അതെ ഇത് കണ്ടില്ലേ, ഇത് നമ്മളിപ്പം വെള്ളം അടിച്ചു കേട്ടോ. നമ്മൾ ഇത് കണ്ടില്ലേ, സ്റ്റേ രണ്ടും വിട്ടുപോയാണ്. എൻ്റെ വണ്ടിക്കാരെ ഒരു സാധനമില്ല, എന്നിട്ട് കിറക്കന്മാർ സീനാണ്. അതെ കിട്ടും കിട്ടും. പ്രൊമോഷൻ, ലൈഫിന് പ്രൊമോഷൻ. എൻ്റെ മനസ്സ് ഇവന്മാരുടെ സ്വന്തം മാറാട്ടോ. ഇവനെന്നും ഇവിടെ അടിച്ച് പൂസായിട്ട് ഇവിടെ കിടക്കാറുള്ളതെന്ന് പറഞ്ഞത്. അതെ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഫുൾ ടാങ്ക് അടിച്ചു. കാരണം ഈ ഒരു വ്ളോഗ് ഇത് ശരിക്കും എന്ത് വ്ളോഗാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. ഇതിനകത്ത് എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഉണ്ട്, വിജയമുണ്ട്, പിന്നെ നമ്മുടെ ഏസും ഉണ്ട്. നമ്മൾ ഇപ്പോൾ രാവിലെ സമയം ഒരു 5 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പത്തനംതിട്ടയ്ക്ക് പോകാം. ഇനിയിപ്പോൾ ഇവിടെ വെട്ടം കുറവായിരിക്കും, കാരണം രാവിലെ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെട്ടമൊക്കെ ആയിട്ട് കാണാം കേട്ടോ. സൗണ്ട് വല്ലായിരിക്കുന്ന രാവിലെ എണീറ്റതേ ഉള്ളൂ. എണീറ്റൊരു കുളിയൊക്കെ കഴിഞ്ഞ് നൈസിൽ അപ്പോൾ നമ്മൾ പോകാനായിട്ടുള്ള സെറ്റപ്പിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ഇനി കുറച്ച് വെട്ടമൊക്കെ വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, നല്ല രീതിക്ക് മഞ്ഞുണ്ട് കേട്ടോ. നല്ല മഞ്ഞുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. എൻ്റെ ഒറ്റേ ഒന്നും പറയണ്ട, ഫുൾ ഐറ്റമാണ്. ഇതിനകത്തൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വെട്ടമൊക്കെ വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സമയം രാവിലെ ഒരു 6 മണിയായിട്ടോ. 6 മണിയായി നോക്കിയേ, അത്യാവശ്യം വെട്ടവും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അയ്യോ വണ്ടി വരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് മഞ്ഞായി വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഭാഗമൊക്കെ ഇതിൻ്റെ അകത്തൂടെ കാണുമെന്ന് അറിയാൻ പാടില്ല, കാരണം കുറച്ച് മൊത്തം മരങ്ങളല്ലേ അവിടെ, അപ്പോൾ കാണാൻ ചാൻസ് കുറവാണ്. നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമിളി വഴിയാട്ടോ പോകുന്നത്. അതായത് മറ്റേ റോഡ് മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുമിളി വഴി പോകാം. ഇതാകുമ്പോൾ നല്ല അടിപൊളി റോഡാണ്. ചില കിലോമീറ്റർ വ്യത്യാസമുണ്ട്, എന്നാലും വഴി അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ നേരെ കുമിളി വഴി പോകാമെന്ന് വെച്ചു. രാവിലെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ വെളുത്തിട്ട് കാണാം കേട്ടോ. നമ്മളതേ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം കുമിളിയിൽ നിന്ന് വണ്ടിപ്പെരിയാറൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടിക്കാനം എത്താറായി. കുട്ടിക്കാനത്തിന് ഇപ്പോൾ ഇനി വലിയ ദൂരമില്ല, 10 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. ഇത് നോക്കി, ഇവിടത്തേക്ക് ഒരു വ്യൂ നോക്കി രാവിലത്തെ നൈസാട്ടോ, ഫുള്ള് അടിപൊളിയാണ്. മഴയായിരുന്നു കുറേ മുമ്പ് വരെ. ഇത് കണ്ടില്ലേ, ഫുള്ള് ഇവിടെ എല്ലാം നനഞ്ഞ് കിടക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. രാവിലെ തന്നെ ഫുള്ള് നനഞ്ഞ്, ഫുള്ളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നനഞ്ഞു കേട്ടോ, കാരണം മഴ കാരണം രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മളപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു. അതെ അങ്ങോട്ടുള്ളൊരു വ്യൂ നോക്കി, ഇത് നോക്കി അടിപൊളിയാട്ടോ. അത് മൊത്തം അതൊരു പരുന്തുംപാറ ആ ഒരു സൈഡാട്ടോ അത്.
ആരും പിടിച്ച് ഇടിക്കാതിരുന്നാൽ മതി മതിലേ അടിയാന്. ഈ ഒരു വ്യൂ നോക്കിക്കേ, എൻ്റെ പൊന്നോ അടിപൊളിയാട്ടോ. ഇതിലെ താഴെ കൂടെ ഒരു വെള്ളച്ചാട്ടം അങ്ങോട്ടൊന്ന് തോന്നുന്നു, ചെറിയ ഒച്ച കേൾക്കാം. അപ്പോൾ ഈ ഒരു വ്യൂ എൻ്റെ മോനെ രക്ഷയില്ലാട്ടോ. നോക്കിയേ ഫുള്ള് മഞ്ഞ് കയറി കിടക്കുന്ന നോക്കിയേ. ഞങ്ങൾ ജസ്റ്റ് ആ വഴി വന്നപ്പം കണ്ടപ്പം നിർത്തിയാട്ടോ ഒന്ന് കാണിക്കാൻ. എന്തായാലും അടിപൊളിയാ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വെയിറ്റ് ചെയ്യാടാ. ഇല്ല കയറാതിരിക്കും, പക്ഷേ ഇല്ല അത് ഇടയില്ല. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോകാട്ടോ. ഇതേ രാവിലെ തണുപ്പൊക്കെ ഇല്ലടാ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഇവിടുത്തെ ഫുള്ളൊരു വ്യൂ നോക്കിക്കേ. കുറച്ചുകൂടെ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് കിട്ടിയേനെ. നോക്കിക്കേ ഫുള്ള് അടിപൊളിയാട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ചില സമയത്ത് ഈ ഒരു ഭാഗം മൊത്തം മഞ്ഞായിരിക്കും, ഒരു സാധനം കാണാത്ത രീതിയിൽ. ഇന്നേ ശകലം കുറവുണ്ട് എനിക്ക്, എന്നാലും ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം ഉണ്ട്. അവിടെയൊക്കെ നോക്കിക്കേ ഫുള്ള് കിടക്കുന്ന നോക്കിക്കേ. ആ ഒരു ഭാഗം എല്ലായിടവും അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് വരുന്നതെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. സംഭവം നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ എവിടെ, ആലപ്പുഴ ആ ഒരു സൈഡാണ്. ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേരറിയില്ല, പൊടിയടി അങ്ങനെങ്ങാണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്നത്. സംഭവം അതാണെന്ന് തോന്നുന്നു. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ വന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ വന്നു, അവിടെ കയറി. ഇനിയിപ്പം വൈകുന്നേരവും കൂടെ കയറണം, അതായത് 4 മണിയാവും. അപ്പോൾ എന്താ വിജയുടെ കൂടത്തിൽ വന്നതാണ് കേട്ടോ. അവൻ്റെ അവിടെ ഉണ്ട്, അവൻ്റെ വണ്ടിയുടെ സൈലൻസർ ഒന്ന് ജസ്റ്റ് അതിൻ്റെ സ്റ്റേ ഒന്ന് വിട്ടുപോയായിരുന്നു. അപ്പോൾ അതെ ഇത് കണ്ടില്ലേ, ഇത് നമ്മളിപ്പം വെല്ലടിച്ചു കേട്ടോ. നമ്മൾ ഇത് കണ്ടില്ലേ, സ്റ്റേ രണ്ടും വിട്ടുപോയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയൊരു പോസ്റ്റൊക്കെ ആയി. പിന്നെ വീഡിയോ ഒന്നും അത് ഒത്തിരി അങ്ങോട്ട് എടുത്തില്ല കേട്ടോ. വീഡിയോ ഒത്തിരി ഒന്നും എടുത്തില്ല. അതെ ഇത് നോക്കി, ഇത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ലായിരിക്കും. ഇത് മൊത്തം മീനാട്ടോ, ഇത് ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ഫാമിലിയും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അവിടെ ചെന്ന് അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കാണാം കേട്ടോ നമുക്ക്. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. വണ്ടി ഒന്ന് പൂജിക്കുകയും ചെയ്തു കേട്ടോ. ഇത് കണ്ടില്ലേ, വണ്ടി ഫുള്ള് പൂജിച്ച് സെറ്റാക്കി. ഞാൻ അമ്പലം കാണിക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ തോന്നിയില്ല. അത് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ കാണിച്ചില്ല. എന്താ പറയുക, തിരുവല്ലയിലാണ് കേട്ടോ ഇത്. ഞാനിപ്പം തിരുവല്ലയിലാണുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പം തിരിച്ച് തിരുവല്ലയ്ക്ക് പോയിട്ട് അവിടെ നമ്മുടെ ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഒരാൾ നിങ്ങൾക്ക് അറിയാം, ജിൻസ്. അവനിപ്പോൾ അവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകണം. അവനെയും കണ്ടിട്ട് അതുപോലെ തന്നെ വേറൊരു ഫ്രണ്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ ഇവിടെയാണിപ്പോൾ. അപ്പോൾ അവനെയും കൂടെ കാണണം. അവൻ്റെ പേര് ആൽബിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവന്മാർ രണ്ടുപേരെയും കണ്ടിട്ട് നമുക്ക് നേരെ തിരിച്ചു പോകാം കേട്ടോ.
ആൽവിനെ എന്നാക്കെയുണ്ട് വിശേഷം? ആണോ? അതെങ്ങനാ, വണ്ടിക്കൊരു സാധനമില്ലല്ലോ, പിന്നെങ്ങനാ? അപ്പൊ എന്തേ ആൽവിൻ വന്നിട്ടുണ്ട് കേട്ടോ. നൈസായിട്ട് ചെറുതായിട്ട് വാ. ഇതെന്നാണോ, ഒരു സാധനമില്ലല്ലോ വണ്ടിക്ക്. ഇതെന്ത് ഇത്? അവന്റെ വണ്ടിക്കാണ് ഒരു സാധനമില്ല, എന്നിട്ട് കിറക്കന്മാര് സീനാന്ന്. എന്തായാലും കൊള്ളാട്ടോ. ഇനിയിപ്പോൾ അവനെ അപ്പുറത്ത് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാട്ടോ. ഫുള്ള് കോമഡി എന്റർടൈൻമെന്റ് ആണ്. ഫുൾ ഓൺ ഫുൾ പവർ. അതല്ല കേട്ടോ ഇത്. അല്ല, ചെറുതായിട്ട് അങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ പിടിച്ചു പിടിച്ചു നോക്കുന്നുണ്ട്. പിടിച്ചില്ല. പുള്ളി നോക്കി നിൽക്കുവാട്ടോ. കൊടുത്തു, ഓട്ടോ ആക്കിയിട്ട് കൊടുത്തു. ഓട്ടോ വന്നേ. അപ്പം പോവാ. അപ്പൊ ഇതാ കേട്ടോ ആൽബിൻ. ഒന്ന് നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തായിരുന്നു. വിശദമായിട്ട് വേണം പരിചയപ്പെടുത്താം. വേണോടാ? ഇതാ കൂട്ടുകാരൻ കേട്ടോ. പേരെന്നാ? അമല്. അപ്പൊ ഇവനിവിടെ ഉള്ളതാണ്. ഇവനെവിടെ ഉള്ളതാണ്. ഇവനെയൊക്കെ ആരാണ്? വീട്ടിൽ പോടാ. ശരി, ഓക്കെ, പോവാ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോവാം. ഇനിയിപ്പോൾ അടുത്തവന്മാരെ തപ്പിപ്പിടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ട് ഏതിലെയൊക്കെ പോകുമെന്ന് ആർക്കറിയാം, ദൈവത്തിനറിയാം. അപ്പം വഴിയൊക്കെ കണ്ടുപിടിച്ച് അടുത്തവൻ്റെ അടുത്ത് ചെന്നിട്ട് കാണാട്ടോ. അപ്പോൾ അതെ, നമ്മുടെ ജിൻസും വന്നിട്ടുണ്ട്. ഇത് ആൽബർട്ടല്ലേ? അതെ, ആൽബർട്ടും വന്നിട്ടുണ്ട്. അതെ, ബിസ്കഞ്ചിട്ട് പ്രൊമോഷൻ, നൈസിന് പ്രൊമോഷൻ. എൻ്റെ മനസ്സ് പ്രൊമോഷൻ. അപ്പോൾ ഇവന്മാരും വന്നു കേട്ടോ. നിനക്കുള്ള ഒരു സാധനം ഞാൻ തരാം. അയ്യോ, അതൊന്നുമല്ല. നിശ്ചയാട്ടോ. ഇവന്മാരുടെ സ്വന്തം മാറാട്ടോ. ഇവനെന്നും ഇവിടെ അടിച്ച് പൂസായിട്ട് ഇവിടെ കിടക്കാറുള്ള എന്നാ പറഞ്ഞത്. ചെറിയൊരു ഫോൺ കിട്ടിയില്ലേ? കുറച്ച് കഴിഞ്ഞ് ആടാട്ടോ. ഇവിടത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിതേ പോവാതെ. ജീൻസുണ്ട്. മാസ്ക് ഒന്ന് സാധിക്കടാ. മാസ്ക് മാറ്റത്തില്ലേ? ഇവിടെ ഫോട്ടോ കൊടുത്തോളാം. ഫാൻസ് പൊക്കോട്ടെ പൊക്കോട്ടെ ഇടയ്ക്ക് ഇറങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ, അങ്ങോട്ട് പോരെ. ഓക്കെ, ശരി, ഓക്കെ, ബൈ ബൈ. നിങ്ങളെവിടെ നിൽക്കുന്നേ? എവിടെ? എനിക്ക് ഹോസ്റ്റലിൽ വന്ന തന്നെ. പോടാ. ഓക്കെ, ബൈ, ടാറ്റാ, ഹാവ് എ നൈറ്റ്, ടാറ്റാ. എല്ലാവരും ബാറിലേക്കാണല്ലോ. ക്ലബ് 7 ബാർ. കയറി പോട്ടെ. അയ്യോ, ഒന്നും പേടിക്കണ്ട കേട്ടോ, ഒന്നും പേടിക്കണ്ട. അപ്പം നമ്മളിത് ഇവിടെ പൊൻകുന്നം എത്താറായിട്ടോ. നമ്മൾ അവിടുന്ന് നേരെ ഒറ്റ വിടലായിരുന്നു വിട്ടത്. നേരെ പൊൻകുന്നം എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക്. ഇനിയിപ്പം നമ്മുടെ സെയിമോൾ റോഡ് എന്താ പറയാനുള്ളൂ. ഇനിയിപ്പം കുട്ടിക്കാനം കയറുന്നതായിരിക്കും കേട്ടോ. അവിടുത്തെ ഒരു എന്താ പറയുന്നത് ഒരു ഇത്. വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അതെ, വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ടാങ്ക് അടിച്ചു. ഇപ്പം നേരെ അങ്ങോട്ട് പോകാട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. രാത്രിയായി. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണാനും പറ്റത്തില്ലായിരിക്കും ഗോപ്രോയിൽ കൂടെ. അതുകൊണ്ട് ഇപ്പം രാത്രിയിൽ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. കാരണം ഒന്നും കാണാതെ നിങ്ങളിപ്പം വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം വീഡിയോ കുറവായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു വ്ളോഗ് ഇത് ശരിക്കും എന്ത് വ്ളോഗാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല. ഇതിനകത്ത് എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെങ്ങനെ ആകുമെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനത്തെ ഒരു വ്ളോഗായിരിക്കും വരുന്നതെന്ന്. മിക്കവാറും ഒന്നും കാണത്തില്ല. കണ്ടന്റ് എന്ന് പറയുന്ന സാധനമേ ഇതിൻ്റെ അത് കാണത്തില്ലായിരിക്കും. പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ല. എന്നാലും ജസ്റ്റ് നമ്മൾ ഒരു എന്താ പറയുന്നത് ഒരു ട്രൈ അങ്ങനെ കൂട്ടിയാൽ മതി. എന്തായാലും ഒരിത് എനിക്കും അറിയാൻ പാടില്ല കേട്ടോ. ഇത് എന്ത് ടൈപ്പ് വ്ളോഗാണെന്നോ എന്താ ഞാൻ ചെയ്തതെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ചുമ്മാ അതിലേ പോയി രണ്ടുപേരെ കണ്ടു, തിരിച്ച് ഈ വഴിയെ കൂടെ പോകുന്ന ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗെന്ന് പറയുന്നത്. അപ്പം എന്തേ സമയം ഒരു 6:30 7 മണി 6 ഇരുട്ടായി, ഫുൾ ഇരുട്ടായി. ഇനിയിപ്പം നമ്മൾ നേരെ
നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോവാണ്. അല്ല, പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുണ്ടക്കൈ എത്തിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഏലപ്പാറ വഴി പോകാമെന്ന് തന്നെയാണ് വിചാരിച്ചേക്കുന്നത്. കുമ്പളി വഴി പോകുന്നില്ല. ഏലപ്പാറ വഴി കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നൈസിനതിൽ അങ്ങനെ അങ്ങ് പോവാം. രാത്രിയും കൂടെ ആയതുകൊണ്ട് വലിയ സീൻ കാണത്തില്ല, ട്രാഫിക്കൊന്നും കാണത്തില്ല. അതിൽ അങ്ങനെ അങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പോൾ രാത്രി സമയം എത്ര ആയടാ? അപ്പോൾ സമയം 7:59, 8 മണിയായി. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം വെട്ടം കുറവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മൾ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് കാറേ കയറി കേട്ടോ. ബൈക്ക് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാറുമായിട്ട്